പറഞ്ഞത്. നമ്മളറിഞ്ഞ അച്ഛൻ അറിയുമെന്ന് പേടിച്ചിട്ടാവും. രജിസ്റ്റർ മാരേജിന്റെ കാര്യം ആദ്യം അറിഞ്ഞത് ശബരിയേട്ടനാ. എന്നിട്ടൊരു വാക്ക് എന്നോട് പറയാത്തതിന് ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും രജിസ്റ്റർ മാരേജ് നടക്കില്ല. അതിനു വേണ്ടതൊക്കെ രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്തിട്ടുണ്ടെന്നാ കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത്. രജിസ്റ്റർ മാരേജ് ഇനി നടക്കില്ലെന്ന് വിഷുവിന്റെ അന്ന് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദയ രഘുവേട്ടനും ബാക്കിയുള്ളവരും ഇത് മണത്തറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മഞ്ചാടിയും ജീവൻരാജും കൂടി പ്ലാൻ ചെയ്തതാവണം ഈ ഒളിച്ചോട്ടം. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നടന്നിട്ടും നമ്മളോടൊരു വാക്ക് പോലും പറയാതെ മഞ്ചാടി ഇവിടേക്ക് കൊണ്ടുവന്നെടുത്താ തെറ്റുപറ്റിയത്. അതെ, അവളെ പഞ്ചര നദി പൂട്ടിയിട്ടിട്ട് നമ്മൾ എല്ലാവരും അവൾക്ക് കാവലിരിക്കണായിരുന്നു. അല്ല, അങ്ങനെ ചെയ്താ നിങ്ങളുടെ അച്ഛൻ അത് അറിയാതിരിക്കുവോ മോളെ? അച്ഛൻ അറിയാതെ തന്നെ മഞ്ചാടിയോട് സംസാരിച്ച് ഞങ്ങൾക്ക് അവളെ ചിലപ്പോ മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു ഭാനുമ്മ. ഒന്നും അല്ലെങ്കിലും ഈ ഒളിച്ചോട്ടത്തിൽ നിന്നെങ്കിലും അവളെ പിന്തിരിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ ചേച്ചി? എല്ലാം രഹസ്യമായി ഒതുക്കി തീർക്കാന്ന് വിചാരിച്ചവര് തന്നെ അവളെ കണ്ടുപിടിച്ച് തിരിച്ചെത്തിക്കട്ടെ. 4 പേരും 4 വഴിക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ. എങ്ങനെയെങ്കിലും അവളെ പിടിച്ചോണ്ട് വരുമായിരിക്കും. അതിനു മുമ്പ് അമ്പിളി ചേച്ചിയുടെ വായിന്ന് വല്ലതും വീണ അച്ഛനെല്ലാം അറിയും. ആ കത്ത് ചേച്ചിക്ക് കിട്ടുമ്പോ അച്ഛൻ വീട്ടിലില്ലാത്തത് ഭാഗ്യമായി. അല്ലെങ്കിൽ ചേച്ചി അപ്പൊ തന്നെ എല്ലാം പറഞ്ഞു പോയനെ. തൽക്കാലം ഒന്നും അച്ഛനെ അറിയിക്കണ്ടെന്ന് ചേച്ചി അമ്പിളി ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ? ചേച്ചിക്കും അച്ഛനറിഞ്ഞാ എന്തോ കുഴപ്പമാവോന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടൊന്നും പറയില്ലായിരിക്കും.